ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചട്നി ആയതുകൊണ്ട് തന്നെ നല്ലോണം ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തക്കാളി, ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ വേണ്ടത് വറ്റൽമുളക്, ഇത്രയും ഐറ്റംസാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും പിന്നെ കറിവേപ്പിലയും, ഇത്ര മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കൂടി വേണം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതും കൂടി വേണം. ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. പാനാണെങ്കിൽ ഫ്രൈ പാൻ വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര ക്വാണ്ടിറ്റി കറിയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ എടുക്കുക, ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴണ്ടി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട്, ബ്രൗൺ കളറൊക്കെ ആയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് താളിയിട്ട് വരണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരിത്തിരി നേരം. അപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴണ്ടി കിട്ടണം കേട്ടോ. അതുവരെ ഇളക്കി കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ വറ്റൽമുളക് അത്ര തന്നെ നമുക്ക് എരിവുള്ള മുളകല്ലല്ലോ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1-2 മുളക് കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ ഒരു 7 മുളകുകളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും പിന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചതില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. കുറച്ച് സമയം വെച്ചാൽ മതി. തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. അപ്പോൾ ഇതിൽ ഈ മിക്സറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. തീരെ വെള്ളം വേണമെന്നില്ല, ഇതുപോലെ തന്നെയാണ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അതിൻ്റെതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.